അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടിയിൽ നിന്ന് ചെളിയൊക്കെ നമ്മൾ തുണി കഴുകുമ്പോൾ അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ വെള്ളത്തിലോട്ടൊക്കെ ആ ചെളി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡ്രം ഊരിയെടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ചെളിയൊക്കെയാണ് നമ്മുടെ ഡ്രസ്സുമൊക്കെ ആവണതും തുണി കഴുകുമ്പോൾ മുകളിലോട്ട് പൊങ്ങി വരണത് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ഈ ഡ്രം അഴിച്ചെടുക്കണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ ഒരുപാട് പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ ആദ്യം ട്രൈ ചെയ്തിട്ട് ഊരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ചെളി വരുമ്പോൾ ഇതേപോലെ ഈ ചായരിപ്പ പഴയതുണ്ടായി, അത് വെച്ചിട്ട് കോരിയെടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തുണിയൊക്കെ കഴുകണം. നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് ഊരി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ നോക്കി ഊരിയെടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം നല്ല റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഊരിയെടുത്ത് കഴുകി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ ഹോളിലൊക്കെ ബ്രഷ് വെച്ചൊന്ന് കഴുകാണ്. അപ്പോൾ ഒരുപാട് ചെളി ഉണ്ടായിട്ടോ. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ നന്നാക്കണ ആളെ വിളിച്ചും അപ്പോൾ അയാൾക്കും അത് ഊരിയെടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഊരാൻ പാടാണ്. അപ്പോൾ അതിൻ്റെ ഡ്രമ്മൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിഭാഗമാണിത്. അപ്പോൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കട്ടെ നമ്മൾ തുണി കഴിയുമ്പോൾ വെള്ളം കലങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെളിയൊക്കെ ഡ്രസ്സിൽ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഒക്കെ അഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരുമ്പോൾ അത് നമുക്ക് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ടൈം നല്ല റിസ്ക്കാണ്. ഒരുപാട് വീഡിയോ ട്രൈ ചെയ്തിട്ട് അതുപോലെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ സാധനം കൊണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്ത് കളയും. എന്നാലും നമ്മൾ തുണി കഴുകുമ്പോൾ വെള്ളത്തിലേക്ക് ചെളി ഇങ്ങനെ പൊങ്ങി വരും. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ചെളിയൊക്കെ പൊങ്ങി ഇങ്ങനെ വരണ അങ്ങനെയാണ് അഴിക്കാൻ കാരണം. ഇത് എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ സ്ക്രൂ ഒക്കെ നല്ല പാടുപെട്ട് അഴിച്ച് തന്നു. പിന്നെ ഡ്രമ്മ് ഊരിയെടുക്കാൻ നല്ല പാട് വിട്ടിട്ടോ. അതിന് നമ്മൾ ഒരു ദിവസം വെള്ളം അതിൽ നിറച്ച് കുറച്ച് വെള്ളം നിറച്ചിട്ടിട്ട് നമ്മളൊന്ന് സ്പീഡിലിട്ട് ഒരു ദിവസം ഫുള്ളും കറക്കി നോക്കി. എന്നിട്ടും അത് ഊരിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ സ്പീഡ് കുറച്ചിട്ടിട്ട് ഏറ്റവും ലോ സ്പീഡിൽ കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് കറക്കിയെടുത്തപ്പോഴാണ് ആ ഡ്രമ്മ് ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വന്നത്. അപ്പോൾ ഇതേപോലെ ഡ്രം അഴിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടവർ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വിടവിലുള്ളതൊക്കെ ഇങ്ങനെ ബ്രഷ് വെച്ച് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ തടഞ്ഞിരിപ്പുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഊരിയെടുത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിൽ കാണുന്ന ഹോള് വെള്ളം പുറത്തേക്ക് പോകുന്ന ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു പൊടിയൊക്കെ വാങ്ങിച്ചായിരുന്നു. അതൊന്നും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് സൂട്ടബിൾ അല്ലായിരുന്നു കേട്ടോ. ഫുള്ളി ഓട്ടോമാറ്റിക്കിന് പറ്റിയതായിരുന്നു ആ പൊടി. അപ്പോൾ ഈ ഒരു ചെറിയ ഹോള് ഇങ്ങനെ വിട്ട് പോകണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ക്രൂ ഇട്ട് മുറുക്കാം. അപ്പോൾ ഈ ഡ്രമ്മാണ് ഊരിയെടുക്കാൻ നല്ല പാട് കേട്ടോ. വാഷിംഗ് മെഷീന് ഓപ്പോസിറ്റ് ദിശയിലേക്കാണല്ലോ കറങ്ങണത്, ഒരേ ദിശയിലേക്കല്ലല്ലോ കറങ്ങണത്. അപ്പോൾ ഇങ്ങനെ ഊരിയെടുക്കാൻ നല്ല പാടാണ്. ഇപ്പോൾ നമ്മൾ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ പോകുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഊരാൻ നല്ല ടൈറ്റിലിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം സ്ക്രൂ ഇട്ട് മുറുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രമ്മ് ഊരിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ നടുക്ക് ഒരു ടോപ്പ് ഉണ്ടാവും, അത് ഊരി മാറ്റിയിട്ട്
നമ്മളതിൻ്റെ സ്ക്രൂ നന്നായിട്ട് നല്ല ബലം പ്രയോഗിച്ച് തന്നെ ഊരിയെടുക്കേണ്ടി വരും. എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം നിറച്ച് വെക്കാം. എന്നിട്ട് നമ്മളതിൻ്റെ സ്പീഡ് നോബിൽ ഏറ്റവും സ്പീഡിലിട്ട് കറക്കാതെ അത് സ്പീഡിനേലും കുറഞ്ഞത് സ്പീഡിലിട്ടൊന്ന് കറക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ട് കറക്കാം കേട്ടോ. ചിലതിൽ ഹൈ, നോർമൽ, ജെൻറ്റൽ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരിലും പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും സ്ലോവിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഒരു പ്രാവശ്യം ഇങ്ങോട്ടും, അങ്ങനെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് ഇങ്ങനെ നിർത്തി കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡ്രമ്മ് അതിൻ്റെ ആ നോബിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പൊങ്ങി മുകളിലേക്ക് വരും കേട്ടോ. അല്ലാതെ ഊരിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഊരി കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഊരാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡ്രം ഊരിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. സ്ക്രൂ ഊരിയെടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക. ഒരുപാട് വെള്ളം നിറക്കരുത്. ആ ഡ്രമ്മ് കറങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ലോ സ്പീഡിലിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുക. അപ്പോൾ പതിയെ തന്നക്ക് പൊങ്ങിപ്പോരും കേട്ടോ. അപ്പോൾ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ എന്തെല്ലാം റിസ്ക് ഉപയോഗിച്ചാണ് അവർ ഊരിയെടുക്കണമെന്ന് മനസ്സിലായി. ആ ട്രിക്കൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ഊരിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഡ്രം അങ്ങോട്ട് പതിയെ പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് ഈ ട്രിക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ക്രൂ ഇട്ട് മുറുക്കാണ്. അങ്ങനെ ആദ്യം ഞാൻ അരിപ്പ വെച്ച് ചെളിയൊക്കെ കോരിക്കളഞ്ഞ്, അപ്പോൾ അതെപ്പോഴും പ്രാക്ടിക്കൽ ആവണില്ല, എപ്പോഴും കോരിയെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ക്ലെൻസ്മോ എന്ന് പറഞ്ഞ ഒരു വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പൊടി കണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് അത് 3 പാക്കറ്റ് ഉണ്ടാവും. ഓരോ പാക്കറ്റ് ഓരോ മാസത്തിൽ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഹോളിലോട്ടൊക്കെ ഇട്ട് നോക്കി ഞാൻ ക്ലീൻ ചെയ്ത് നോക്കി. 3 മാസം ഉപയോഗിക്കേണ്ട പൊടി 2-3 ദിവസം വിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് അത് പോകുന്നില്ല കേട്ടോ. പിന്നെയാണ് ഇത് ഊരാന്ന് ഓർത്തത്. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ടോപ്പ് ഉണ്ടാവും, അത് ഊരി മാറ്റുക. കഴുകിയാൽ കഴിഞ്ഞിട്ട് ഞാനിത് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്ക്രൂ ഒക്കെ മുറുക്കി മുകളിലുള്ള ടോപ്പൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ തുണി കഴുകാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ സാധനമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. വീണ്ടും ഒന്നും കൂടി ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരു കമ്മലോ പിന്ന് ഒടിഞ്ഞ്, സേഫ്റ്റി പിന്നൊക്കെ ഒടിഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാതായിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും, ഊരി കഴുകിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിയുമ്പോൾ കുറച്ച് ചെളി ഉണ്ടാവും കേട്ടോ. അത് അതിൻ്റെ നമ്മൾ കഴുകിയപ്പോൾ ഹോളിലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയ ചെളിയാണ്. അത് ജസ്റ്റ് കറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പൊയ്ക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ലോ സ്പീഡിലിടാം കണ്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നിന്ന് കറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പതിയെ ഡ്രം ഇങ്ങനെ പൊങ്ങിപ്പോരും കേട്ടോ. സ്പീഡിലിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ ഒരേ ദിശയിൽ ഇങ്ങനെ കറങ്ങി ഊരിപ്പോരില്ല. അപ്പോൾ ഇത് നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ ഹോളിലൊക്കെ ഇരുന്ന ചെളികളാണ്. അത് ഇനി കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇനി ചെളി ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഒരുപാട് ചെളികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത് ഊരാൻ നോക്കിയത്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ ഉണ്ടായി. അപ്പോൾ അലക്കിയിടാണ്. അപ്പോൾ അലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് വെള്ളം കാണിക്കാം കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ള വെള്ളം. ആദ്യം ഇതേപോലെ എല്ലാം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെളിയൊക്കെ പൊങ്ങി വരാറുണ്ട്. ഇപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷം അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴുകുമ്പോൾ ഒരുപാട് ചെളി ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് കഴുകണതാണ്. അങ്ങനെ 2 പ്രാവശ്യം കഴുകി കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം നല്ല വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണതാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ യാതൊരു ചെളി ഇതൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. മറ്റേത് ഇങ്ങനെയൊക്കെ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ചെളി പൊങ്ങിക്കിടക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വാഷിംഗ് മെഷീൻ അയച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.